അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന് വീണ്ടും കുരുക്കുണ്ടായി. അദ്ദേഹം വീണ്ടും ഒരു കുരുക്കിലേക്ക് പോകുന്നു എന്ന വാർത്തയാണ്. SFIയുടെ ഒരു മുൻ പ്രവർത്തകൻ, മുൻ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ കത്ത് വിവാദമായിരുന്നെങ്കിൽ കത്തിന് പിന്നാലെ ഇപ്പോൾ ശബ്ദരേഖ വില്ലനായി വരുന്നു. ഒരു PP അഭിജിത്ത്, JJ അഭിജിത്ത്, അദ്ദേഹം SFIയുടെ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പറയുന്നത് പ്രായം താഴ്ത്തി പറയാൻ ആര് ചോദിച്ചാലും 26 വയസ്സായെന്നേ പറയാവൂ എന്ന് പറയണമെന്ന് ആനാവൂർ നാഗപ്പൻ നിർദ്ദേശിച്ചു എന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. വളരെ ഗൗരവപ്പെട്ട ഒരു വാർത്ത. SFIയുടെ പ്രവർത്തനങ്ങളിൽ പോലും SFIയുടെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുമ്പോൾ പോലും അതിലും ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങൾ അതീവ ഗൗരവത്തോടെ കടന്നുകൂടുന്നുവെന്ന്, അതീവ പ്രാധാന്യത്തോടെ കടന്നുകൂടുന്നുവെന്ന് വെളിപ്പെടുത്തുന്ന ആ കുരുക്കിന്റെ ശബ്ദരേഖ ഇതാ. എന്റെ ഒറിജിനൽ പ്രായമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പുറത്തു പറയണ പ്രായമല്ല. ഈ സംഘടനയിൽ ഞാൻ നിന്നത് അതുകൊണ്ടാണ്. മനസ്സിലായി. 26 വരെ SFIയിൽ നിൽക്കാൻ പറ്റുള്ളൂ. എനിക്ക് 30 കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഈ വർഷം 30 ആയി. ഞാൻ 92 ആണ്. എന്റെ 92 ഉണ്ട്, 94 ഉണ്ട്, 95 ഉണ്ട് സർട്ടിഫിക്കറ്റുകളെ. 40 പറഞ്ഞ ആര് ചോദിച്ചാലും ഇങ്ങനെ പറഞ്ഞാൽ അറിയും. അങ്ങനെ പ്രദീപ് സാറ് എന്റെ അടുത്ത് പറഞ്ഞു, സാറിന് അറിയാം. പിന്നെ എനിക്ക് DSP നിൽക്കണ്ടേ, നിങ്ങളെയൊക്കെ ഒഴിവാക്കി വിട്ടാലും ഞാൻ നിൽക്കണ്ടേ? അല്ല അത് ഇപ്പൊ ഏതായാലും ഒഴിവാക്കിയാലും ഒഴിഞ്ഞാലും എനിക്ക് ഇന്ന് നിൽക്കണമല്ലോ. എനിക്ക് ആരിരിക്കുന്നു ഇവിടെ വെട്ടായി. പണ്ടത്തെ പോലെ വെട്ടാനൊന്നും ആരും ഇല്ലാത്തോണ്ട് ഭയങ്കര സുഖം. കാരണം നമ്മളെ ഒരു മനസ്സ് പഠിപ്പിക്കുന്നു. വേറെ വേണം വെട്ടി കളിക്കാനൊക്കെ. രാജേഷ്, സൗരവ് അവർക്കൊക്കെയാണ് 27 വയസ്സ്. അതെ, SFIയുടെ മുൻ ജില്ലാ സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ വരുമ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ശരത് K. ശശിയാണ്. ശരത്ത്, CPM ജില്ലാ സെക്രട്ടറി, കേരളത്തിലെ തന്നെ CPM പ്രമുഖ നേതാക്കളിൽ ഒരാളായ ആനാവൂർ നാഗപ്പൻ കത്ത് വിവാദത്തിന് പിന്നാലെ ഇതാ ശബ്ദരേഖയിലൂടെ വീണ്ടും വിവാദത്തിലേക്ക് വീഴുകയാണ്. ഈ ശബ്ദരേഖ എന്തൊക്കെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു ശരത്? ഫിറോസ്, നമുക്കറിയാം SFIയിൽ കർശനമായ പ്രായപരിധി നടപ്പാക്കിയിട്ട് കഴിഞ്ഞ 2 സമ്മേളന കാലയളവായിരിക്കുന്നു. CPM അതുപോലെ തന്നെ SFIയുടെ സംസ്ഥാന നേതൃത്വവുമാണ് കർശനമായി പ്രായപരിധി നടപ്പിലാക്കണമെന്നും 26 വയസ്സ് വരെ മാത്രം SFI നേതൃത്വത്തിൽ ആളുകൾ തുടർന്നാൽ മതി എന്നുള്ള നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ പ്രായപരിധി സംസ്ഥാനത്തുടനീളം നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് നടപ്പിലാക്കുകയും ചെയ്തു. ജില്ലാ നേതൃത്വത്തിലും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തിലും ഈ പ്രായപരിധി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നടപ്പിലാക്കിയിരുന്നുവെങ്കിലും തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ ജില്ലാ സമ്മേളന കാലത്ത് ആ പ്രായപരിധി നടപ്പിലാക്കപ്പെട്ടിരുന്നില്ല. ഇതിനെതിരെ വിവിധ ജില്ലാ കമ്മിറ്റികൾ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനും അതുപോലെ തന്നെ SFI സംസ്ഥാന നേതൃത്വത്തിനും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്തെ ഈ പ്രായപരിധി വിഷയം പരിശോധിക്കണമെന്നുള്ള നിർദ്ദേശം പാർട്ടി നേതൃത്വം തന്നെ ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് SFI ജില്ലാ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നവരുടെ ഫ്രാക്ഷൻ വിളിച്ചു ചേർക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രായപരിധി 26 കഴിഞ്ഞവരെ ഒഴിവാക്കുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് അന്നത്തെ SFI ജില്ലാ സെക്രട്ടറിയെയും അതുപോലെ തന്നെ മറ്റ് നേതാക്കന്മാരെയും ഒക്കെ തന്നെ ഒഴിവാക്കിയത്. ആ ഘട്ടത്തിൽ SFIയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു JJ അഭിജിത്ത്. JJ അഭിജിത്ത് ആകട്ടെ അന്ന് ഈ പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും ഒഴിവാക്കിയ ഘട്ടത്തിൽ JJ അഭിജിത്ത് SFIയുടെ ജില്ലാ സെക്രട്ടറിയായി സ്ഥാനക്കയറ്റം നേടുകയാണ് ഉണ്ടായത്. അത് പ്രായപരിധി മറച്ചുവെച്ചുകൊണ്ടാണെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അങ്ങനെ പ്രായപരിധി മറച്ചുവെച്ചുകൊണ്ട് തനിക്ക് 30 വയസ്സുള്ള തനിക്ക് SFI ജില്ലാ സെക്രട്ടറി ആകാൻ വഴിയൊരുക്കിയത് ആനാവൂർ നാഗപ്പന്റെ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് അഭിജിത്ത് വ്യക്തമാക്കുന്നത്. തന്നോട് ആരെങ്കിലും പ്രായം ചോദിക്കുകയാണെങ്കിൽ 26 വയസ്സാണ് പ്രായമെന്ന് പറയാൻ ആനാവൂർ നാഗപ്പൻ സഖാവ് നിർദ്ദേശിച്ചു എന്നാണ് അഭിജിത്തിൻ്റെതായി പുറത്തുവന്ന ഈ സംഭാഷണത്തിൽ വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നത് തനിക്ക് പല പ്രായം തെളിയിക്കുന്നതായ സർട്ടിഫിക്കറ്റുകൾ ഉണ്ട് എന്നുള്ളതുമാണ്. 1992, 94, 96 വർഷങ്ങളിൽ ജനിച്ചതായി തീർച്ചയായും വിജിത്ത്, അതീവ ഗൗരവമുള്ള വിഷയമാണ്. കാരണം SFIയുടെ പ്രവർത്തനങ്ങളിൽ വരെ അതിൽ പ്രായപരിധി മറച്ചുവെച്ചുകൊണ്ട് ചില ഗ്രൂപ്പ് താല്പര്യങ്ങൾ കടന്നുകൂടുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. അതിന് ഒരു തെളിവായി തന്നെ ഈ ശബ്ദരേഖ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും ഇത് പാർട്ടി ഇതെങ്ങനെ കൈകാര്യം ചെയ്യും, ആനാവൂർ ഇതിനെങ്ങനെ മറുപടി പറയും എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൗതുകത്തോടെ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ വീണ്ടും